ദിക്റിന്റെ കൂട്ടത്തിൽ ഒരു രാജാവായ ദിക്റാണല്ലോ ബിസ്മി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഈ ദിക്റുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ആ നല്ല കാര്യത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നൊരു സ്ത്രീ, ഏത് നല്ല കാര്യം വന്നാലും ബിസ്മി. അങ്ങനെയാണ് നമ്മളെ സ്ത്രീകളൊക്കെ ആ രൂപത്തിലാവണം. വീട്ടിലെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ബിസ്മി ചൊല്ലണം. ചായ അടുപ്പത്ത് ചായക്ക് വെള്ളം വെക്കുക, ബിസ്മി ചൊല്ലണം. ചായ പാരുമ്പോൾ ബിസ്മി ചൊല്ലണം. ഭക്ഷണത്തിന് വേണ്ടി തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം. അരി ഇടുമ്പോൾ ബിസ്മി ചൊല്ലണം. ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. പാത്രത്തിലേക്ക് വിളമ്പുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ബിസ്മി ചൊല്ലാൻ. എല്ലാത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. അങ്ങനെ എല്ലാ നല്ല കാര്യത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്ന ഒരു സ്ത്രീ, ഒരു സഹോദരി. പക്ഷെ അവളെ ഭർത്താവ് നേരെ ഓപ്പോസിറ്റാ. ഭർത്താവ് ഇതിനെതിരാ. അയാള് മുനാഫിക്കായ മനുഷ്യനാണ്. എന്താ പുത്തൻവാദിയാണോന്നും അറിയില്ല. അദ്ദേഹം ഒരു മുനാഫിക്കാണ്. ഈ കിതാബിൽ അങ്ങനെയാ ഉള്ളത്. അയാൾ ബിസ്മിക്ക് എതിരാണ്. ഈ ഭാര്യ ബിസ്മി ചൊല്ലുന്നത് ഭർത്താവിന് അത്ര രസിക്കുന്നില്ല. ഭാര്യയോട് വല്ലാത്ത ദേഷ്യം അയാൾക്ക് വന്നിട്ടുണ്ട്. ഭാര്യയോട് വല്ലാത്ത ദേഷ്യ. ഭർത്താവ് പലപ്പോഴും പറയും, നിന്റെ ബിസ്മി നിനക്ക് തന്നെ തിരിയത്, എനിക്ക് ഞാനൊരു പണി തരുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോഴും ഭാര്യ ബിസ്മിയെ കുറിച്ച് മറന്നിട്ടില്ല. ഭർത്താവ് നല്ല കാര്യത്തിന് ഭർത്താവ് എതിർക്കുമ്പോൾ അതിന്റെ വയ്യേക്ക് പോകേണ്ടതില്ലല്ലോ. ഭാര്യ എപ്പോഴും ബിസ്മി. ഒരു ദിവസം ഭർത്താവ് മനസ്സിലാക്കി ഇവിടെ ബിസ്മിയുടെ ഭ്രാന്തൊന്ന് മാറ്റണം. എന്തിനും ബിസ്മി ചെല്ലുന്ന സ്വഭാവം. ഇയാൾക്ക് ദേഷ്യമാണ് ഭാര്യയോട് ആ വിഷയത്തിൽ. ഒരു ദിവസം ഭർത്താവ് എന്ത് ചെയ്തു, ഒരു പണത്തിന്റെ കിഴി ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കിഴി നീ നല്ലപോലെ സൂക്ഷിക്കണം. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിഴി വാങ്ങുമ്പോ പെണ്ണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു പണം വാങ്ങി. ഇത് നേരെ പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ കൊണ്ടുപോയി പെട്ടി തുറക്കുമ്പോഴും ബിസ്മി ചൊല്ലി, പണം വെച്ചപ്പോഴും ബിസ്മി ചൊല്ലി, എന്നിട്ട് ആ പെട്ടി അടച്ചു, അപ്പോഴും ബിസ്മി ചൊല്ലി. എല്ലാ വിഷയത്തിലും ബിസ്മി ചൊല്ലി ഭാര്യയുടെ ജോലിയിലേക്ക് പോവുകയും ചെയ്തു. ഇടക്ക് ഭാര്യ ചെന്ന് നോക്കുമ്പോൾ പണം അതിലുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. ബിസ്മി ചൊല്ലിങ്ങ് പോരും. ഒരു ദിവസം ഭർത്താവ് മെല്ലെ ഭാര്യ കാണാതെ ആ പണം അങ്ങ് മെല്ലെ മോഷ്ടിച്ചു. എന്നിട്ട് ഭർത്താവ് മനസ്സിലാക്കി, ഇനി അവൾ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. ആ പണം മോഷ്ടിച്ച് അങ്ങനെ അരയിൽ തിരികെ ഇപ്പൊ തോന്നി പോരാ, ഇവിടെ ഒന്നും വെച്ചാൽ പറ്റില്ല, ചിലപ്പോൾ ബിസ്മിക്ക് ബർക്കത്തുണ്ടെങ്കിലോ, ആ ബിസ്മി കാരണമായി എന്റെ പൈസ അങ്ങ് വീണു പോയാലോ അരയിൽ നിന്ന്, അല്ലെങ്കിൽ അവളെ കണ്ടുപിടിച്ചാലോ, വേണ്ട, വീട്ടിലൊന്നും അത് വെക്കണ്ട. ഭർത്താവ് നേരെ കടൽക്കരയിൽ ചെന്നു വലിച്ചൊരിറങ്ങ് കൊടുത്തു. ഇനി കിട്ടൂലല്ലോ. ദിവസങ്ങൾ വീണ്ടും നീങ്ങുകയാണ്. ഭർത്താവിന്റെ മനസ്സിൽ ആ ഒരു ചിന്ത വരികയാണ്. ഇനി 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഭർത്താവ് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചെന്ന് പറഞ്ഞു, ഭാര്യ, ഞാൻ നിന്റെ കയ്യിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു പണസഞ്ചി തന്നിട്ടില്ല, ആ പണസഞ്ചി കൊണ്ടാ. ഭാര്യ നേരെ ചെന്നു, ബിസ്മി ചൊല്ലി പെട്ടി തുറന്നു, പെട്ടിയിൽ നിന്ന് പണം എടുത്തു, നേരെ ഭർത്താവിനങ്ങ് കൊണ്ടു കൊടുത്തു. ഭർത്താവ് ഞെട്ടിപ്പോയി, പഠിച്ചോനെ ഇതെന്തൊരു അത്ഭുത, ഞാൻ ബിസ്മി ചൊല്ലിയതിന് എതിരായിക്കൊണ്ട് ഭാര്യയിൽ നിന്ന് കട്ടെടുത്ത പണം അതേ പണം തന്നെയാണ് എന്റെ കയ്യിൽ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ സംഭവിച്ചു. ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയോട് ചോദിച്ചു, ഭാര്യ, നിന്റെ പണസഞ്ചി നിന്നെ ആ പണം ഏൽപ്പിച്ചത് നിന്റെ ബിസ്മിക്ക് പ്രത്യേകത ഇല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. എന്നാൽ ഞാൻ തന്ന പണസഞ്ചി പോറലും ഏൽക്കാതെ എന്റെ കൈവശം നീ കൊണ്ടു തന്നിട്ടുണ്ടല്ലോ, എന്ത് പറ്റി, എങ്ങനെ നിനക്ക് പണം കിട്ടി? ആ പണം നിന്റെ പെട്ടിയിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, ഞാനത് കടലിൽ കൊണ്ടെറിഞ്ഞ് തള്ളിയിട്ടുണ്ട്. നിന്റെ കയ്യിൽ പിന്നെ എങ്ങനെയാണ് പണസഞ്ചി തന്നിപ്പെട്ടിട്ടുള്ളത്? പുഞ്ചിരിച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞു, ഭർത്താവേ, നിങ്ങൾ എന്റെ പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിച്ചത് എനിക്കറിയാം. ഞാൻ പെട്ടി തുറന്നപ്പോ, ഞാൻ ഇടയ്ക്ക് പെട്ടി സന്ദർശിക്കാറുണ്ട്, പരിശോധിക്കാറുണ്ട്. പെട്ടി തുറന്നപ്പോൾ പണസഞ്ചി കാണുന്നില്ല, എനിക്കറിയാം. അതിൽ പണം നിങ്ങളെടുക്കാതെ വേറെ എടുക്കൂല. പക്ഷെ ഞാൻ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, നിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൽ പണം വെച്ചിട്ടുള്ളത്. എന്റെ ഭർത്താവ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ പണം എനിക്ക് ഇതിൽ തന്നെ തരണം. എന്റെ കയ്യിൽ പണം നീ തരണം, തിരിച്ചു തരണം. റബ്ബിനോട് ഞാൻ പറഞ്ഞു.
ബിസ്മി ചൊല്ലി തന്നെ പെട്ടിയടിച്ച് ഞാൻ പോന്നിട്ടുണ്ട്. അന്നത്തെ രാത്രി ഭർത്താവേ നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുവരാറുണ്ട്, നമുക്ക് മീനും കൊണ്ടുവരാറുണ്ട്. അന്ന് നിങ്ങൾ കൊണ്ടെത്തുന്നത് വലിയൊരു മീനായിരുന്നു. മീനിന്റെ വയറ് പൊളിച്ചപ്പോ ആ വയറ്റിൽ നിന്ന് എനിക്ക് നമ്മുടെ പണസഞ്ചി അങ്ങ് കിട്ടി. ഞാൻ നേരെ ആ പണസഞ്ചി യഥാസ്ഥാനത്തിന് വെക്കുകയും ചെയ്തു. റബ്ബിന് ശുക്രായി സുജൂദ് ചെയ്തു. ഈ പണസഞ്ചിയാണ് യാതൊരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. റബ്ബിന്റെ പേര് ചൊല്ലിക്കൊണ്ട് വെച്ചത് എന്തോ അത് റബ്ബിന്റെ കാവലിലാണ് ഉള്ളത്. അതിലെ ബർക്കത്ത് ചെയ്യുന്നവൻ റബ്ബാണ്, അത് തിരിച്ചു തരുന്നവനും റബ്ബ് തന്നെയാണ് എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭർത്താവ് നല്ലവനായി ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ബിസ്മി ചൊല്ലുന്ന മുനാഫിഖ് അല്ലാത്ത നല്ല സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച ഭർത്താവായി പിന്നീട് ഭർത്താവ് ജീവിച്ചു എന്ന് ആ കിതാബിലൂടെ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ബിസ്മിയുടെ പ്രത്യേകതയാണ്. ബിസ്മി ചൊല്ലാത്ത ആളുകൾ ബർക്കത്തില്ലാത്ത ആളുകളാണ്. ഏതൊരു വിഷയത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലുക, അങ്ങനെ ബിസ്മി ചൊല്ലുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുക. ഇൻഷാ